ഹലോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിട്ട് ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് വന്നപ്പോൾ തേക്ക് മ്യൂസിയം കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടോ, മനസ്സാകെ അങ്ങ് തൃപ്തിപ്പെട്ട പോലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഓടിപ്പിടിച്ച് കയറിയത് എങ്ങോട്ടാ, ഒരു ഓർക്കിഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഞങ്ങൾ ഈ കാഴ്ച മൊത്തം കണ്ടങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അന്തം വിട്ടുപോയി ഗൈസ്. കാരണം അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് തീരാതെ എനിക്കൊന്നും വരെ തീരുന്നില്ല അങ്ങോട്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ എത്തി കിട്ടി. അങ്ങനെ ഞാൻ നമ്മുടെ ഓർക്കിഡ് ഹൗസിലേക്ക് അങ്ങനെ അങ്ങ് എൻട്രി ആവുകയാണ്. അപ്പോൾ അമ്മ എനിക്ക് നേരെ മുമ്പിൽ ഇതേ മൂന്നും അവർക്ക് എന്നെ കൂട്ടൊന്നും വേണ്ട, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പരാതി പറച്ചിലായിരുന്നു. അങ്ങനെ ഓർക്കിഡ് ഹൗസിലേക്ക് എൻട്രി ആയപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ അമ്മ എനിക്ക് ഓരോന്ന് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഓർക്കിഡ്സിൻ്റെ കൂട്ടത്തിലൊരു വാനിലയുടെ പ്ലാന്റ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ കാണാതിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ, വാനിലയുടെ പ്ലാന്റ്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, പുതുതായിട്ട് കണ്ട ഒരു പ്ലാന്റ് കൂടെയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഓർക്കിഡ്സ് ഒക്കെ കണ്ടു. പിന്നെ വീട്ടിൽ ആകെ ഒരു 2 തൈയേ ഉള്ളൂ ഓർക്കിഡ്സ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഇങ്ങനെ ഓർക്കിഡ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്കത് മേടിക്കണം എന്നായി. അങ്ങനെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇതേപോലെ കുറേ ഓർക്കിഡ്സ് തന്നെ അവരിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ നേരത്തെ മേടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ഇതിൻ്റെ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പതിയെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ പേരും നോക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതേപോലെ ഈ മരത്തിൻ്റെ മുകളിലുണ്ടാകുന്ന ഓർക്കിഡില്ല, അതൊക്കെ ഞങ്ങളവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വാട്ടർഫോൾ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. വാട്ടർഫോൾ കാണാൻ നല്ല നിറയെ സ്റ്റോൺസിൻ്റെ ഒക്കെ പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന കാണാൻ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.